ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ലഞ്ച് ബോക്സിലേക്കൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു തോരനാണ്. കുട്ടികളൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണിത്. വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. പീച്ചിലിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട ഈ പച്ചക്കറിക്ക് ഞങ്ങളുടെ നാട്ടിൽ താലോലി എന്നാണ് പറയുന്നത്. നരമ്പൻ അങ്ങനെ എന്തൊക്കെയോ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ പുറത്തെ കരിന്തൊലി ചെത്തി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ചതുരത്തിലുള്ള കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. തൊലി മുഴുവൻ കളയണമെന്നില്ല, അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി കുറച്ച് തേങ്ങ, നല്ല എരിവുള്ള പച്ചമുളക്, ചുവന്നുള്ളി ഇത്രയൊന്ന് ഒതുക്കിയെടുത്ത് വയ്ക്കണം അരപ്പിന് വേണ്ടി. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആ എണ്ണയിലേക്ക് ചേർത്ത ശേഷം നമ്മൾ ഒതുക്കി വെച്ച അരപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അരപ്പൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. എന്ത് തോരൻ കറികൾ വെക്കുമ്പോഴാണെങ്കിലും നമ്മൾ കടുക് പൊട്ടിച്ചതിന് ശേഷം ഈ അരപ്പ് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ അതിന് നല്ല രുചി കിട്ടും. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ തോരനിൽ കറിവേപ്പില ചേർക്കുമ്പോൾ നല്ലൊരു മണവും രുചിയൊക്കെ ഉണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതിന് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇത് വെന്ത് കഴിയുമ്പം തീരെ കുറഞ്ഞു പോവും. നല്ല ജലാംശമുള്ളൊരു പച്ചക്കറിയാണിത്. ഇനി അത് അരപ്പുമായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒട്ടും വെള്ളം ചേർക്കരുത്. ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അതൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ആവി കൊള്ളിച്ചതിന് ശേഷം അടപ്പെടുത്ത് മാറ്റാം. വളരെ ഫാസ്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടുന്നൊരു കറി ആയതുകൊണ്ട് കൂടുതൽ സമയം മൂടി വെച്ച് വേവിക്കരുത്. ഇത് തുറന്ന് വെച്ച് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അത് അല്പസമയം ഇളക്കി കൊടുക്കുക. അതിലെ ജലാംശമൊക്കെ വറ്റുന്നത് വരെ ഇളക്കി കൊടുത്താൽ മതി. നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു തോരൻ കറിയാണിത്. പുതിയ റെസിപ്പികൾ പരിചയപ്പെടുന്നതിന് വേണ്ടി എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തന്നാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക്